ഹായ് ഗായ്സ്. സോ ഇന്ന് എൻ്റെ കോളേജ് ലൈഫിലെ ലാസ്റ്റ് ഓണാണ്, ഫൈനൽ ഇയർ ഓണം. സോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഫുൾ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇന്നത്തെ ലോങ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഫ്രം ബിഗിനിങ് ടു എൻഡ് എല്ലാം ഞാനിന്ന് ക്യാപ്ചർ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഐ ഹോപ്പ് ഇറ്റ് കുഡ് ഹാപ്പൻ. ഓക്കെ, സോ ലെറ്റ്സ് സീ എങ്ങനെയുണ്ടാവും. ഓക്കെ, ബൈ. ഹായ് ഗായ്സ്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഞാൻ കാണിച്ചത്. ഫസ്റ്റ് നമ്മളെപ്പോഴും സൺസ്ക്രീൻ ഇടുകയാണ് തുടങ്ങാൻ. ഞാൻ യൂസ് ചെയ്യുന്നത് ബെല്ല വിറ്റയുടെ സൺസ്ക്രീനാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഫെയർനെസ് ക്രീമാണ്. ഞാൻ കൊച്ചിലെ മുതൽ യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഫിനിഷിങ് കവറേജ് ഒക്കെ നമുക്ക് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡ് ഇടാം. ഇതിങ്ങനെ ടാപ്പിംഗ് മോഷനിലാണ് ഞാൻ ഇടുന്നത്. അടുത്തത് നമ്മുടെ ഫൗണ്ടേഷനാണ്. ഞാൻ ഫൗണ്ടേഷനായിട്ട് ഇടുന്നത് എൻവൈബയുടെ ഫൗണ്ടേഷനാണ്. ഇത് സോ ഗായ്സ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ബാക്കി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ബിസി ആയിട്ട്. ഇപ്പം തന്നെ സമയം വൈകി. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ ആഡ് ചെയ്യാം. ഹായ് ഓൾ. അപ്പോൾ ഞാൻ ലേറ്റായി ഇറങ്ങാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഭയങ്കര ഹറിബറിയായിട്ട് കോളേജിലേക്ക് പോകുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് പോകുന്ന വഴിയിൽ എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യണമായിരുന്നു. എങ്കിലും ഞാൻ ടൈം കിട്ടുമ്പോഴൊക്കെ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ട് നമുക്ക് ഒരു ലോങ് വീഡിയോ ആക്കി ഇടണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറ്റുന്ന ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ ഞാൻ ഭയങ്കര റിലാക്സ് ചെയ്ത് പോണ പോലെ ഉണ്ടെങ്കിലും ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം ചെന്നിട്ട് വേണം നമുക്ക് ആങ്കറിങ് തുടങ്ങാൻ. ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ 8:45 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 9 മണിക്ക് പ്രോഗ്രാം തുടങ്ങുമായിരുന്നു. ഒരിക്കൽ കൂടി ഓണം 2026 എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തിരുവാതിരയ്ക്ക് നമ്മുടെ ഓഫീസിൽ ചടങ്ങുകൾക്ക് മുമ്പായിട്ടുള്ള മംഗളമാരെല്ലാവരും അണിഞ്ഞിരിക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ആക്ച്വലി ഹാളിനുള്ള ഭയങ്കര ഉഷ്ണമായിരുന്നു, പ്രത്യേകിച്ച് സ്റ്റേജിൽ. അപ്പം നമ്മൾ വന്ന് ആദ്യം ഞങ്ങളൊരു എൻട്രി ഡാൻസോടെയായിരുന്നു ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ വന്ന് ഡാൻസ് കഴിയുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവും. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് അവിടെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഞാനും ജസ്റ്റിനായിരുന്നു കോമ്പയർ ചെയ്തിരുന്നത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓൾമോസ്റ്റ് ഇവൻറ്റ്സ് ഞങ്ങളാണ് കോമ്പയർ ചെയ്യാറുള്ളത്. അപ്പം ഞങ്ങളവിടെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. കാരണം അവിടെ ഓൾറെഡി ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. ഐ തിങ്ക് ഏതൊരു ജൂനിയർ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആ ഒരു ഗ്യാപ്പിൽ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നമ്മൾ ഭയങ്കര ഡാൻസ് കളിച്ച് ആ ടയർഡ്നെസ് ഒന്നും ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഡാൻസിന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യം. കാരണം ഞങ്ങൾക്ക് ഇനി ഒരു ഓണം ഇല്ലല്ലോ ഈ കോളേജിൽ. അപ്പോൾ ബോയ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ നിന്ന് ബോയ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നെങ്കിലും അപ്പുറത്തെ ക്ലാസ്സിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. പരിപാടി കളറായിരുന്നു. പിന്നെ ഞങ്ങളുടെ കളർ കോഡ് വന്നിട്ട് ഓറഞ്ച് കളറായിരുന്നു. ബോയ്സ് എല്ലാവരും ഇട്ടപ്പോൾ ഒരു ഭംഗിയുണ്ട് ആ ഒരു കളറിലും. ഐ തിങ്ക് എല്ലാ കോളേജിലും ഓറഞ്ച് ആയിരുന്നു. ഞങ്ങളുടെ നിയർ ബൈ കോളേജസിലൊക്കെ ഓറഞ്ച് തന്നെയായിരുന്നു കളർ കോഡ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇനി ഓണത്തിന് ഇതുപോലെ ഡാൻസ് കളിക്കാൻ പറ്റില്ല. അപ്പോൾ കിട്ടിയ അവസരം മാക്സിമം എല്ലാവരും മുതലാക്കിയിട്ടുണ്ട്.
ഇത് മലയാളി മംഗ കോമ്പറ്റീഷൻ ആയിരുന്നു. ഞങ്ങളുടെ കോളേജ് എന്ന് പറയുന്നത് മലയാളി മംഗ കോമ്പറ്റീഷൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന് തന്നെ പറയാം. ഞാൻ ഇതിന് മുൻപ് ഒരു വട്ടം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓണം ബേസ്ഡ് ആയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഗേൾസിൻ്റെ ഒരു മലയാളി മംഗ ഒരു റാമ്പ് സെക്ഷൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോൾ സദ്യ കഴിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാംസ് കഴിയാൻ ഇത്തിരി ലേറ്റ് ആയിരുന്നു. ഞാൻ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനൊരു ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര ലാസ്റ്റ് അല്ല, എന്നാലും ഓൾമോസ്റ്റ് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സദ്യ കഴിക്കാൻ ഇരുന്നത്. ഒരു 11 ആകുമ്പോഴേക്കും സദ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നേരത്തെ സദ്യ തുടങ്ങിയാലാണ് നമുക്ക് തീരുള്ളൂ. അപ്പോൾ ഞങ്ങളിരിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1:13 നിയർലി ആയിട്ടെന്ന് തോന്നുന്നു, സംതിങ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സദ്യയാണ് 2026 നമ്മുടെ ചോറും സാമ്പാറും. ഞാൻ ആക്ച്വലി ഒരു സദ്യ ഫാൻ അല്ല, എന്നാലും നമ്മൾ വർഷത്തിൽ ഒരിക്കൽ കഴിക്കുന്ന ഒരു കാര്യമാണ് സദ്യ എന്ന് പറയുന്നത്. ഓണത്തിനാണ് നമ്മൾ മെയിൻലി സദ്യ കഴിക്കാറുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ മിക്കതും നോൺ തന്നെ പ്രിഫർ ചെയ്യുക, വെജ് അങ്ങനെ പ്രിഫറബിൾ അല്ല. സോ ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഓണസദ്യയൊക്കെ കഴിഞ്ഞിട്ട് കാറിൽ കുറച്ച് റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വ്ളോഗിൽ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇന്നത്തെ ഞാൻ ത്രൂ ഔട്ട് വ്ളോഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും. എൻബോഡി ഹൗ ടു സേ, എങ്ങനെയുണ്ട് ഓണം? ഓണം വാസ് നൈസ്. പക്ഷെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ഫോണില്ല. സോ ഗൈസ്, ഞങ്ങൾക്ക് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടില്ല, അതൊരു ഡ്രോബാക്കാണ്. അപ്പോൾ നോക്കൂ ഗൈസ്, ഒറ്റമൈന, വെള്ളക്കാറ്. ഇതാരൊക്കെയാണ് ഒറ്റമൈനനെ കാണുമ്പോൾ ഇപ്പോഴും വെള്ളക്കാറ് നോക്കി നടക്കണമെന്ന് കമന്റ് ചെയ്യും കേട്ടോ. കമന്റ് ബിലോ. I don't believe. I also believe. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ്. ഇംഗ്ലീഷ് ടീച്ചർ ഗൈസ്, ഉച്ചയ്ക്ക് ശേഷം ഒരു 2:15 ഒക്കെ ആകുമ്പോൾ ഞങ്ങളുടെ കൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ശിങ്കാരിമേളായിരുന്നു. ആക്ച്വലി ഓണം ഡേയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണത്. നമ്മളങ്ങ് മറന്ന് എന്താ പറയുക, ആഘോഷിക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ ഞങ്ങൾ അതിന് വെയിറ്റിംഗ് ആണ്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അറിയാമല്ലോ, ഭയങ്കര ക്ഷീണമായിരിക്കും, പ്രത്യേകിച്ച് സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഭയങ്കര ചൂടായിരുന്നു. അന്ന് വരെ ആക്ച്വലി മഴയായിരുന്നു, പക്ഷേ ഞങ്ങളുടെ ഓണപ്പരിപാടിയുടെ അന്ന്, അതായത് കൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്നും മഴയായിരുന്നില്ല. അത്യാവശ്യം നല്ല വെയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വെയിലത്തുനിന്ന് ഇത്തിരി ഒന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് കാറിലിരിക്കുകയായിരുന്നു. പിന്നെ കൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടും ഇല്ലല്ലോ, ആ ഒരു ടൈം ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും nails നോക്ക്. See guys, these both nails are 400 and my nails just for 10. See, that was just because I shape it. My artist Sania. ദിവളിട്ടിട്ടുണ്ട് മൈലാഞ്ചി. That is see how this is a simple class. 1 o'clock വരെ ഞാൻ ഇന്നിട്ടത്. 1 o'clock എനിക്ക് അത്ര പ്രാന്തില്ല, ഞാൻ 10 മണിക്ക് ഉറങ്ങി. ഗൈസ് ചോറുണ്ടിടാന്ന് വിചാരിച്ചിട്ട് ഒരു കയ്യിൽ നഖം നെയിൽ വെച്ച് വന്നു. സോ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഞാൻ എന്തായാലും പോയിട്ട് കൊട്ടിൻ്റെ കാര്യങ്ങളൊക്കെ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഡാൻസ് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് അത്രയധികം എടുക്കാൻ പറ്റില്ല. എന്നാലും ഐ ട്രൈ ടു ക്യാപ്ചർ മോർ വീഡിയോസ്. സോ ദാറ്റ്സ് ഇനഫ്. ഇതാണ്, ഇങ്ങനെയാണോ? ബൈ. കൊട്ട് സ്റ്റാർട്ടായ പിന്നെ എല്ലാവരും അങ്ങ് ഓണാവും. അപ്പോൾ ആദ്യം കുറച്ച് നമ്മളൊന്ന് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ എല്ലാവരും കൂടിയാൽ പിന്നെ അടിപൊളിയായി. നമുക്ക് ഈ ശിങ്കാരിമേളത്തിൻ്റെ ഒപ്പം കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന പോലെ കാവടിയും അതുപോലെ തന്നെ കഥകളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വന്നപ്പോഴാണ് ഇത് കുറച്ചുകൂടി കളർഫുള്ളായി എന്ന് പറയാൻ. നമുക്ക് 2 ടീമായിട്ടായിരുന്നു കൊട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടീം എന്ന് പറയുന്നത്
ഇത് ഞങ്ങളുടെ ടീമിൽ ഞങ്ങളും AML ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ MCA ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ 3 പേരായിരുന്നു. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും കൂടി വേറെ ടീമായിരുന്നു. അവരുടെ നാദസ്വരമായിരുന്നു. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ശിങ്കാലുമേളാണ് റാദർ ദാൻ നാദസ്വരം. കാരണം കഴിഞ്ഞ പ്രാവശ്യം നാദസ്വരമായിരുന്നു, അത് അത്ര ഹൈപ്പില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്വിസ്റ്റ് നടന്നത് ഗൈസ്. ഞങ്ങൾ അതിൻ്റെ ഇടയിലൊന്ന് കയറിയപ്പോൾ തന്നെ അതേ മഴ പെയ്തു. നമ്മുടെ കൊട്ട് നടക്കായിരുന്നു. നല്ല മഴ പെയ്തു ഗൈസ്. എല്ലാവരും തിരിച്ചു കയറി. മഴ പെയ്തു ഗൈസ്, ഞങ്ങളുടെ പൈസ പോയി. പിന്നെ മഴയൊന്നും ഒരു കാര്യമില്ലാന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങ് ഇറങ്ങി. മഴ ഒന്ന് ഒതുങ്ങി കേട്ടോ. ആ സമയമാകുമ്പോൾ പിന്നെ വീണ്ടും ബാക്ക് ടു ട്രാക്കിൽ ബ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടിപൊളിയായിരുന്നില്ലേ ഗൈസ്? നല്ലതായിരുന്നു. ഞങ്ങളുടെ കോളേജ് ലൈഫിലെ ലാസ്റ്റ് ഓണമാണ് ഇവിടെ എൻഡ് ചെയ്തിരിക്കുന്നത്. എവറിത്തിങ് ഈസ് ഫൈൻ ഗൈസ്. ഇനിയൊരു ഓണം അടുത്ത ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ജോലി കിട്ടിയ അവിടെ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നടത്തുമായിരിക്കും. ഇവിടുത്തെ ഓണം ദിസ് ഇസ് ഓവർ. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഇതുപോലത്തെ എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കാണുക. ഇത്രയുള്ള ഗൈസ്, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ് പറഞ്ഞാലും നമ്മുടെ സാനിയ അവിടുന്ന് ഇന്ന് 2 വീലറിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അവൾ അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ കാറിലായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വരുന്ന കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്തതാണ് ഞാൻ എൻ്റെ ലോങ് വീഡിയോയിൽ. ഒപ്പം ഇതെൻ്റെ വേറൊരു ഫ്രണ്ടാണ് അനുശ്രീ. അപ്പോൾ അവളെ കൂടെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സോനയുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി. അനുശ്രീയുടെ വീട് എൻ്റെ വീടിന് അടുത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് അധികം കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത്. പറ്റുന്ന പോലെ ഞാൻ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് വ്ളോഗല്ലേ, അതുകൊണ്ട് പയ്യെ ശരിയാക്കി എടുക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ. അപ്പോൾ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ദാറ്റ്സ് ഓൾ ഗൈസ്, ബൈ.